തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവം പ്രവാചകന്മാരിലൂടെ രക്ഷകന്റെ വരവിനെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇത് വെളിപ്പെടുത്തി. ആ തിരുവചനങ്ങളുടെ പൂർത്തീകരണമാണ് ഈശോയുടെ ജനനം, പരസ്യജീവിതം, പീഠാസഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം എന്നിവ. മോശയും പ്രവാചകന്മാരും എന്നെക്കുറിച്ച് പറഞ്ഞ വചനങ്ങൾ പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നത്. മത്തായി 5:17, ലൂക്ക 24:44. മോശയ്ക്ക് ദൈവം സീനായി മലയിൽ വെച്ച് ബലിയർപ്പണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിവരിച്ചു കൊടുത്തു. അതനുസരിച്ചാണ് മോശ വാഗ്ദാന പേടകം നിർമ്മിച്ചതും ബലിയർപ്പിച്ചതും. അതുപോലെ തന്നെയാണ് നിത്യജീവന്റെ അപ്പമായ ഈശോയുടെ ബലിയർപ്പണവും നടത്തുന്നത്. അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാനുള്ളതല്ല. പരിശുദ്ധ കുർബാന ഒരു ബലിയാണ്. അത് പാപമോചന ബലിയാണ്. മനുഷ്യന്റെ പാപങ്ങൾക്ക് പുത്രൻ തമ്പുരാൻ പരിഹാരം ചെയ്യുന്ന പാപപരിഹാര ബലി. മനുഷ്യൻ ചെയ്ത പാപത്തിന് അവന് പ്രാശ്ചിത്തം ചെയ്യാൻ സാധിക്കുമെങ്കിലും അത് ആ പാപത്തിന് പരിഹാരമാകുന്നില്ല. അതിനുള്ള പരിഹാരമാണ് ഓരോ കുർബാനയും. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായ വിടുതലും മോചനവും ലഭിക്കുന്നു. എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. 1 തീമോത്തിയോസ് 2:5-6 തിരുവചനങ്ങൾ. അവിടുത്തെ ബലിയുടെ യോഗ്യതയാൽ പിതാവ് കരുണ കാണിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം ബലിവസ്തുവായി മാറിയ ഈശോ മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി ഓരോ പരിശുദ്ധ കുർബാനയിലും പിതാവിന് സ്വയം സമർപ്പിക്കുന്നു. ഈശോയുടെ പ്രതിപുരുഷനായി നിന്നുകൊണ്ട് ഓരോ വൈദികനും ജനങ്ങൾക്കു വേണ്ടി ഈശോയുടെ തിരുശരീര രക്തങ്ങൾ പരമപിതാവിന് സമർപ്പിക്കുന്നു.